രാമ 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 ലോകാഭിരാമ രഘുരാമ രാമ രാമ ജയ ദാശരഥേ രാമ. രാമായണ കഥ കേട്ടുണരുന്ന കർക്കിടക മാസത്തിന്റെ പുണ്യനാളുകളിൽ ശ്രീരാമ ലക്ഷ്മണ ഭരത ശത്രുഘ്ന ക്ഷേത്രങ്ങളിൽ ഒരേ ദിവസം ദർശനം നടത്തുന്ന പൂർവീക ആചാരമാണ് നാലമ്പല ദർശനം എന്ന പേരിൽ പ്രശസ്തമായിട്ടുള്ളത്. നാലമ്പല ദർശനം ഒരേ ദിവസം ഉച്ചപൂജയ്ക്ക് മുമ്പ് പൂർത്തിയാക്കുന്നത് ഏറ്റവും ശ്രേഷ്ഠമാണെന്ന വിശ്വാസമാണ് കോട്ടയം രാമപുരം നാലമ്പല ദർശനത്തിന് പ്രാധാന്യമേറുവാൻ കാരണം. കോട്ടയം ജില്ലയിലെ നാലമ്പല ക്ഷേത്രങ്ങൾ രാമപുരത്തും പരിസരത്തുമായി സ്ഥിതി ചെയ്യുന്നു. രാമപുരം ശ്രീരാമസ്വാമി ക്ഷേത്രം, കൂടപ്പുലം ലക്ഷ്മണസ്വാമി ക്ഷേത്രം, അമനകര ഭരതസ്വാമി ക്ഷേത്രം, മേദിരി ശത്രുഘ്നസ്വാമി ക്ഷേത്രം എന്നിവയാണ് നാലമ്പലങ്ങൾ. രാമന്റെ ദുഃഖം ശമിപ്പിച്ച മണ്ണെന്ന ഐതിഹ്യമുള്ള നാടാണ് കോട്ടയം ജില്ലയിലെ രാമപുരം ഗ്രാമം. ക്ഷേത്രങ്ങൾ തമ്മിലുള്ള ദൂരം ഏതാണ്ട് 3 കിലോമീറ്റർ മാത്രമാണ്. അതിനാൽ തന്നെ ചുരുങ്ങിയ സമയം കൊണ്ട് ആചാരവിധി അനുസരിച്ച് ഉച്ചപൂജയ്ക്ക് മുമ്പ് ദർശനം നടത്തുവാൻ സാധിക്കും. കേരളത്തിൽ എന്നല്ല, ഭാരതത്തിൽ തന്നെ മറ്റൊരിടത്തും ഈ സൗകര്യം ലഭ്യമല്ലാത്ത സാഹചര്യത്തിലാണ് രാമപുരത്തെ നാലമ്പല ദർശനത്തിന് പ്രസക്തിയേറുന്നത്. രാമനാമത്തിൽ അറിയപ്പെടുന്ന രാമപുരത്തെ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലും തുടർന്ന് കൂടപ്പുലം ശ്രീ ലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിലും അമനകര ശ്രീ ഭരതസ്വാമി ക്ഷേത്രത്തിലും മേദിരി ശത്രുഘ്നസ്വാമി ക്ഷേത്രത്തിലും ദർശനം നടത്തിയ ശേഷം വീണ്ടും ശ്രീരാമസ്വാമി ദർശിക്കുന്നതോടെ സവിശേഷമായ നാലമ്പല ദർശനം പൂർത്തിയാകുന്നു. രാമായണ മാസമായ കർക്കിടക മാസത്തിൽ നാലമ്പല ദർശനം നടത്തുന്നത് ഉദ്ദിഷ്ട കാര്യത്തിനും മുൻജന്മ ദോഷ പരിഹാരത്തിനും ദുരിത നിവാരണത്തിനും സന്താനലബ്ധിക്കും അത്യുത്തമമാണെന്നാണ് വിശ്വാസം. സീതാദേവിയുടെ ദേഹവിയോഗത്തിന് ശേഷം അയോധ്യ വിട്ട ശ്രീരാമചന്ദ്രൻ സീതാന്വേഷണത്തിൽ താൻ സഞ്ചരിച്ച വഴിയിലൂടെ ഒരുപാട് ദൂരം സഞ്ചരിച്ച് രാമപുരത്തെത്തി. കാടും മലയും നിറഞ്ഞ കിഴക്ക് ഭാഗത്ത് നദിയും പടിഞ്ഞാറ് ഭാഗത്ത് പാടവുമുള്ള അതിമനോഹരമായ ഇവിടുത്തെ അന്തരീക്ഷം കണ്ട ഭഗവാൻ സമീപത്ത് കണ്ട ആൽമരത്തിന് ചൂട്ടിൽ വിശ്രമിച്ചു. തുടർന്ന് ഇവിടെ തന്നെ സാന്നിധ്യമാകാൻ അദ്ദേഹം തീരുമാനിച്ചു. അങ്ങനെ ആ സ്ഥലത്തിന് രാമപുരം എന്ന പേര് വന്നു എന്നാണ് ഐതിഹ്യം. ജ്യേഷ്ഠനെ കാണാത്തതിനെ തുടർന്ന് ലക്ഷ്മണനും ഭരതനും ശത്രുഘ്നനും ഒരുമിച്ച് അന്വേഷണം ആരംഭിച്ചു. ദീർഘനാളത്തെ അന്വേഷണത്തിനൊടുവിൽ അവർ രാമപുരത്തെത്തി ജ്യേഷ്ഠനെ കാണുകയുണ്ടായി. മൂവരും ജ്യേഷ്ഠനെ വണങ്ങി അടുത്തു തന്നെ വാഴാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചു. ശ്രീരാമചന്ദ്രൻ അനുജന്മാരോട് തങ്ങൾക്കിഷ്ടമുള്ള സ്ഥലം തിരഞ്ഞെടുത്ത് അവിടെ താമസമാക്കുവാൻ പറഞ്ഞു. അങ്ങനെ ലക്ഷ്മണൻ കൂടപ്പുലത്തും ഭരതൻ അമനകരയിലും ശത്രുഘ്നൻ മേദിരിയിലും താമസമുറപ്പിച്ചു. പിൽക്കാലത്ത് 4 ക്ഷേത്രങ്ങൾ വന്നു എന്നാണ് ഐതിഹ്യം. കർക്കിടകത്തിൽ ഭഗവാൻ ശ്രീരാമനോട് പ്രാർത്ഥിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഭാഗ്യവും സമൃദ്ധിയും കൊണ്ടുവരുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. കിഴക്കോട്ട് ദർശനമായി ചതുർബാഹുവായ മഹാവിഷ്ണുവിന്റെ രൂപത്തിൽ കുടികൊള്ളുന്ന വിഷ്ണുവിന്റെ സപ്തമാവതാരമായ ശ്രീരാമസ്വാമി ഭക്തർക്ക് അനുഗ്രഹം ചുരിയുന്നു. കൂടാതെ പ്രത്യേക പ്രാധാന്യത്തോടെ ഒരു ഭദ്രകാളി ക്ഷേത്രവും ഇവിടെയുണ്ട്. ഇവിടുത്തെ ദേശദേവതയാണ് ഈ ഭഗവതി. കൂടാതെ ഉപദേവതകളായി പരമശിവൻ, ശ്രീ പാർവതി ദേവി, ഗണപതി, ശാസ്താവ്, സുബ്രഹ്മണ്യൻ, സീതാദേവി, ഹനുമാൻ സ്വാമി, നാഗദേവങ്ങൾ, ബ്രഹ്മരക്ഷസ്, യക്ഷി എന്നിവരും കുടികൊള്ളുന്നു. വെള്ളിയിൽ തീർത്ത അമ്പും വില്ലും പട്ടുവിരിയിൽ ഭഗവാന് സമർപ്പിക്കുന്നതാണ് പ്രധാന വഴിപാട്. പാലാ കൂത്താട്ടുകുളം ഹൈവേയിൽ രാമപുരം ജംഗ്ഷനിൽ നിന്നും ഏകദേശം 1.5 കിലോമീറ്റർ മാറിയാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കോട്ടയത്ത് നിന്നും 35 കിലോമീറ്ററും പാലായിൽ നിന്നും 12 കിലോമീറ്ററുമാണ് ദൂരം. എറണാകുളത്ത് നിന്നും മൂവാറ്റുപുഴ കൂത്താട്ടുകുളം വഴിയും കോട്ടയത്ത് നിന്നും ഏറ്റുമാനൂർ കുറവിലങ്ങാട് വഴിയും കിഴക്കൻ മേഖലയിൽ നിന്നും പൊൻകുന്നം പാല വഴിയും ക്ഷേത്രത്തിലെത്താം. രാമപുരത്ത് നിന്നും ഉഴവൂർ റൂട്ടിൽ കൂടപ്പുലത്താണ് ശ്രീ ലക്ഷ്മണസ്വാമി ക്ഷേത്രം. ചതുർബാഹു വിഗ്രഹത്തിലാണ് ലക്ഷ്മണ ചൈതന്യം. ശംഖ്, ചക്രം, ഗദ, പത്മം എന്നിവ തട്ടത്തിൽ സമർപ്പിക്കുന്ന ചതുർബാഹു വഴിപാടാണ് ഇവിടുത്തെ പ്രത്യേകത. ശംഖ് രോഗശമനത്തിന്റെയും, ചക്രം പാപനാശത്തിന്റെയും, ഗദ ദീർഘായുസിന്റെയും, പത്മം സർവ്വ ഐശ്വര്യത്തിന്റെയും സൂചകങ്ങളാണ്.
ലക്ഷ്മണസ്വാമിക്ക് അരമണി സമർപ്പണമാണ് മറ്റൊരു പ്രധാന വഴിപാട്. അരമണി സമർപ്പിച്ചാൽ സന്താനലബ്ധി ഉണ്ടാകുമെന്നാണ് ഭക്തരുടെ വിശ്വാസം. കുഞ്ഞുങ്ങളുടെ ചോറൂണിനായും ധാരാളം പേർ കൂടപ്പുലത്തെത്താറുണ്ട്. സ്വയംഭൂവായി പടിഞ്ഞാറ് ദർശനമായുള്ള അയ്യപ്പ പ്രതിഷ്ഠയും ഇവിടുത്തെ പ്രത്യേകതയാണ്. അയ്യപ്പ ക്ഷേത്രത്തോട് ചേർന്ന് ഒരു ഭദ്രകാളി ക്ഷേത്രവുമുണ്ട്. എള്ളുപായസം, നീരാഞ്ജനം, താമ്പൂല സമർപ്പണം, ശംഖാഭിഷേകം എന്നിവയാണ് മറ്റു പ്രധാന വഴിപാടുകൾ. രാമപുരം കൂത്താട്ടുകുളം റൂട്ടിൽ ഗ്രാമീണ ഭംഗി നിറഞ്ഞു നിൽക്കുന്ന പ്രദേശത്താണ് അമനകര ഭരതസ്വാമി ക്ഷേത്രം. കുന്നുകളുടെ ഇടയിൽ താഴ്ന്ന ദിക്കായതിനാലാണ് അമനകര എന്ന പേര് ലഭിച്ചതെന്നാണ് ഭൂമിശാസ്ത്ര നിഗമനം. ഭരതകരയാണ് അമനകരയായി മാറിയതെന്നാണ് പ്രദേശവാസികളുടെ വിശ്വാസം. ശംഖ് സമർപ്പണമാണ് ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട്. ശംഖപൂജയും ഭക്തർ ഇവിടെ നടത്താറുണ്ട്. പടിഞ്ഞാറ് ദർശനമായാണ് ഭരതസ്വാമി പ്രതിഷ്ഠ. മനോഹരമായ ക്ഷേത്രക്കുളം ഇവിടുത്തെ ഒരു ആകർഷണമാണ്. ശ്രീരാമ ഭരത ക്ഷേത്രങ്ങളിലെ ആറാട്ട് നടക്കുന്ന കുളം കൂടിയാണിത്. മീനൂട്ട് ഇവിടുത്തെ ഒരു പ്രധാന ആചാരവും വഴിപാടുമാണ്. കർക്കിടക മാസത്തിലെ കറുത്തവാവിന് നമസ്കാര ഊട്ടും ഇവിടെ നടക്കുന്നു. നെയ്വിളക്ക്, കൂട്ടുപായസം, പാൽപായസം, തുളസിമാല, ത്രിമധുരം എന്നിവയാണ് മറ്റ് പ്രധാന വഴിപാടുകൾ. മേദിരിയിലാണ് ശത്രുഘ്നസ്വാമി ക്ഷേത്രം. മേൽത്തിരിവ് എന്ന വാക്ക് ലോപിച്ചതാണത്രേ മേദിരി. പടിഞ്ഞാറ് ഭാഗമെന്നും മേദിരിക്ക് അർത്ഥമുണ്ട്. കുറ്റമറ്റ വാസ്തുവിദ്യയുടെ ഉത്തമ ഉദാഹരണമാണ് ഈ ക്ഷേത്രം. കടുപ്പമേറിയ കല്ലിൽ നിർമ്മിച്ചതും സങ്കീർണമായ കൊത്തുപണികളാൽ അലങ്കരിച്ചതുമാണ് ഇവിടം. കഴുക്കോലും പട്ടിയലും വരെ കരിങ്കല്ലിൽ നിർമ്മിച്ചതാണെന്ന പ്രത്യേകതയുമുണ്ട്. 2 ചൈതന്യ സങ്കല്പങ്ങളാണ് ഇവിടുത്തെ പ്രത്യേകത. ഉച്ചപൂജ വരെ ശത്രുഘ്ന സങ്കല്പവും ഉച്ചയ്ക്ക് ശേഷം സന്താന ഗോപാല സങ്കല്പവുമാണ്. ഉച്ചപൂജ വരെയേ ശത്രുഘ്നസ്വാമി സങ്കല്പമുള്ളൂ എന്നതുകൊണ്ടാണ് നാലമ്പല ദർശനം ഉച്ചപൂജയ്ക്ക് മുൻപ് എന്ന ആചാരം നിലനിൽക്കുന്നത്. ചുറ്റമ്പലത്തിന്റെ പുറംഭിത്തിയിൽ രാമായണ കഥാസന്ദർഭങ്ങളും സന്താന ഗോപാലമൂർത്തിയുടെ കഥാസന്ദർഭങ്ങളും നമുക്ക് ദർശിക്കാം. ശത്രുഘ്നസ്വാമി ക്ഷേത്രത്തിന്റെ വലതുവശത്തായി ശ്രീ പോർക്കലി ഭഗവതിയുടെ ക്ഷേത്രവുമുണ്ട്. ശ്രീ പോർക്കലിയെ ദർശിക്കുന്നതിന് മുൻപായി ശത്രുഘ്നസ്വാമിയെ ദർശിക്കണമെന്നാണ് ആചാരം. ചക്രസമർപ്പണവും സന്താനലബ്ധിക്കായി തൊട്ടിൽ സമർപ്പണവുമാണ് പ്രധാന വഴിപാടുകൾ. നാലമ്പല ദർശന കാലയളവിൽ രാവിലെ 5 മുതൽ ഉച്ചയ്ക്ക് 12 വരെയും വൈകുന്നേരം 5 മണി മുതൽ രാത്രി 7:30 വരെയുമാണ് നാലമ്പല ക്ഷേത്രങ്ങളിലെ ദർശന സമയം. നിർമ്മലനാ